അഭിവാദ്യങ്ങൾ, സാജു പോളിന് അഭിവാദ്യങ്ങൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അങ്കമാലിയിൽ മത്സരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. പെരുമ്പാവൂർ പോലെ തന്നെ വളരെ സുപരിചിതവും അതുപോലെ തന്നെ അങ്ങേയറ്റ അടുപ്പവുമുള്ള ഒരുപാട് കുടുംബങ്ങൾ, വ്യക്തികൾ, സംഘടനകൾ, സ്ഥാപനങ്ങളെല്ലാം ഉള്ള അങ്കമാലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ വികസന മുന്നേറ്റങ്ങൾക്കൊപ്പം വരും നാളുകളിൽ സഞ്ചരിക്കുന്നതിന് ഇവിടെ നമുക്കൊരു പുതിയ വിധിയെഴുത്ത് ഉണ്ടാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. നമ്മുടെ എല്ലാ രാഷ്ട്രീയ സാമുദായിക വേർതിരിവുകൾക്കും ഉപരിയായി ഏറ്റവും ജനോപകാരപ്രദമായി, സുതാര്യമായി, കളങ്കരഹിതമായി ഈ നാട്ടിലെ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാവുന്ന കാര്യങ്ങൾ നടപ്പാക്കുന്നതിനുള്ള ഒരു അവസരമായിട്ട് നമുക്കിതിനെ എടുക്കാൻ വേണ്ടി കഴിയണം. അങ്കമാലിയുടെയും നമ്മുടെ ചുറ്റുവട്ടങ്ങളിലുള്ള മറ്റ് പ്രദേശങ്ങളുടെയും ഒക്കെ പരാധീനതകളും അതുപോലെ തന്നെ വികസന പ്രശ്നങ്ങളും ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ വിഷയങ്ങളിലും വളരെ സജീവമായി ഇവിടെയുള്ള എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് എല്ലാ ജനപ്രതിനിധികളെയും പൊതുപ്രവർത്തകരെയും മറ്റ് സംഘടനകളെയും ഒക്കെ കൂട്ടിയോജിപ്പിച്ച് വലിയൊരു മാറ്റം അങ്കമാലിയിൽ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ചുറ്റികരുവാൾ നക്ഷത്ര അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. എങ്ങനെയാണോ ഇന്നലകളിൽ പെരുമ്പാവൂരിൽ പ്രവർത്തിച്ചത് അതേ രീതിയിൽ തന്നെ ഈ അങ്കമാലിയിലും എല്ലാവരുടെയും ഒപ്പം നിന്ന് സാധാരണക്കാരുടെ, തൊഴിലാളികളുടെ, കൃഷിക്കാരുടെ, മറ്റ് കൈത്തൊഴിലുകാരുടെ, വ്യാപാരി സമൂഹം, നമ്മുടെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർ തുടങ്ങി എല്ലാ രംഗത്തും ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾ, അതുപോലെ നമ്മുടെ അങ്കമാലിയുടെ ഗതാഗത പ്രശ്നങ്ങൾ, മറ്റ് വികസനാവശ്യങ്ങൾ, ഇതിലൊക്കെ നമുക്ക് അനുകൂലമായ നിരവധി കാര്യങ്ങൾ നിശ്ചയമായിട്ടും നിറവേറ്റിയെടുക്കാൻ വേണ്ടി കഴിയും. അതിനുള്ള യോജിച്ച പോരാട്ടത്തിൽ ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുവാൻ അതായത് എ പി കുര്യനെ പോലെ, പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് ജോസ് ചെറ്റേലിനെ പോലെ ഒരുപാട് ഉന്നതരായ ആളുകൾ പ്രതിനിധീകരിച്ച ഒരു നിയോജക മണ്ഡലമാണിത്. നമ്മുടെ MC ജോസഫ് ഐനെ പോലെ, പത്രോസേട്ടനെ പോലെ, അടുത്തിടെ നമ്മൾ വിട്ടുപിരിഞ്ഞ ജെയ്സൺ പാനിക്കുളങ്ങരയെ പോലെ നമുക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത നിരവധിയായ പൊതുപ്രവർത്തകരുടെ ഒരു തട്ടകമാണ് അങ്കമാലി. സാംസ്കാരികമായും രാഷ്ട്രീയമായും അതുപോലെ സാമൂഹികമായിട്ടും ഒരുപാട് ചരിത്ര പാരമ്പര്യമുള്ള ആദിശങ്കരന്റെ ജന്മം കൊണ്ട് പരിപാവനമായ കാലടിയും അതുപോലെ മാർ തോമസ് ലീഗയുടെ പാദസ്പർശം കൊണ്ട് പുണ്യഭൂമിയായി മാറിയ മലയാറ്റൂരും പെരിയാറിന്റെ വശ്യ മനോഹാരിതയും അതുപോലെ വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങൾ എല്ലാമുള്ള അങ്കമാലി നമുക്ക് ഏറ്റവും മികവാർന്ന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന ഒരു പ്രദേശമാണ്. വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിൽ വന്യജീവി ആക്രമണത്തിന്റെയൊക്കെ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഞാൻ താമസിക്കുന്ന വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടെ നമ്മൾ നിലവിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണിവ. അപ്പൊ ഇതിനെല്ലാം ക്രിയാത്മകമായ, സൃഷ്ടിപരമായ, ജനോപകാരപ്രദമായ പ്രതിവിധികൾ നമുക്ക് ജനകീയമായ ബദൽ മാർഗങ്ങൾ അവലംബിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും വോട്ടർമാരായി മാറിക്കൊണ്ട് പരിമിതമായ സമയം മാത്രമാണുള്ളത്. അതിനുള്ളിൽ ഈ നിയോജകമണ്ഡലത്തിലെ 8 പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റിയും അടങ്ങുന്ന വളരെ വിപുലമായ പ്രദേശത്തെ എല്ലാവരെയും നേരിൽ കാണുക എന്നുള്ളത് അത്ര സാധ്യമായിട്ടുള്ളൊരു സംഗതിയല്ല. അതിനുവേണ്ടി പരമാവധി ശ്രമിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സ്വയം സ്ഥാനാർത്ഥിമാരായി മാറിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിലെ മികച്ച വിജയത്തിനു വേണ്ടി സഹായിക്കണം, അനുഗ്രഹിക്കണം എന്ന് വളരെ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്.
അതിനോട് പറഞ്ഞായിരുന്നു. ഹലോ ഹലോ